ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മക്രോണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. നമുക്ക് അതൊന്ന് മസാല പിടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അതിലോട്ട് ഉപ്പും ഓയിലും കൂടെ ചേർത്ത് തിളയ്ക്കുമ്പോൾ 2 കപ്പ് മക്രോണിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. പിന്നെ ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം. മക്രോണി അല്ലെങ്കിൽ വെന്ത് കട്ട പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. 5 മിനിറ്റ് ആയപ്പോഴേക്കും മക്രോണി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവനായിട്ട് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം തീ കുറച്ചിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്ത ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സായിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സായ ശേഷം നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ സെയിം പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 സവാള നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് 1 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 3 വെളുത്തുള്ളി, കുറച്ച് കുരുമുളക് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ആ സമയമാകുമ്പോഴേക്കും ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചച്ചോയൊക്കെ നന്നായിട്ട് മാറുന്നത് വരെ നന്നാക്കി മിക്സാക്കി എടുക്കാം. തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യമായുള്ള മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല. ഇത്ര മസാല മതി. ഒരുപാട് എരിവ് വേണ്ട, എരിവ് കുറച്ച് മതി. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നന്നായി മിക്സായ ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സാക്കി എടുക്കാം. നന്നായി മിക്സായി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ നമുക്കൊന്ന് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മക്രോണി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി മക്രോണി ചേർത്തിട്ട് നന്നാക്കി മിക്സാക്കി എടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മക്രോണി കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയുള്ള ചിക്കൻ മക്രോണി. അവസാനം കുറച്ച് മല്ലിച്ചപ്പ്